പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ ഫയലിൻ്റെ സൈസ് കുറയ്ക്കാനും റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഇത് ഉപകാരപ്പെടും. പല ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇമേജസിനെ മാറ്റിയെടുക്കാനായിട്ട് ഈ വെബ്സൈറ്റ് നിങ്ങളെ സഹായിക്കും. ഇതിനായി നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോട്ടോ എഡിറ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്ന നീല കളറിലെ ലോഗോ ഉള്ള ഒരു വെബ്സൈറ്റ് കാണാം. അതിലോട്ട് കയറി വരിക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് അടിഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹെയർ ടു സെലക്ട് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽസിലോട്ടാണ് ചെല്ലുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഇമേജാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഇമേജിൻ്റെ പേരും അതിന് താഴെയായിട്ട് അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ പിക്സൽ റെസൊല്യൂഷൻ എത്രയാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇനി അത് എഡിറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ആയിട്ട് റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന കോളത്തിലോട്ട് മാറിയിട്ടുണ്ട്. ആദ്യം തന്നെ ചോദിക്കുന്നത് ഇമേജ് ഫയലായിട്ടാണോ PDF ഫയലായിട്ടാണോ വേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഇമേജ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് റെസൊല്യൂഷനാണ് ചോദിക്കുന്നത്. റെസൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കീപ്പ് ഒറിജിനൽ കൊടുക്കാം. റീസൈസ് ഒറിജിനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വിഡ്ത്തും ഹൈറ്റും പിക്സൽ മാറ്റിയിട്ട് ഇഞ്ച്, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ തുടങ്ങിയവയൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. DPIയും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ക്രോപ്പ് ആൻഡ് റീസൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് വിഡ്ത്തും ഹൈറ്റും പിക്സലും ഒക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ക്രോപ്പ് ഓൺലി എന്നുള്ളത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോപ്പ് മാത്രം ചെയ്തുകൊണ്ട് റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കീപ്പ് ഒറിജിനൽ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫയൽ സൈസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. കീപ്പ് ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിൻ്റെ സൈസ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ലിമിറ്റ് സൈസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലെസ് ദാൻ എന്നുള്ളതിന് നേരെയായിട്ടുള്ള സൈസ് എന്ന് പറയുന്ന കോളത്തിലായിട്ട് ഒരക്കം കൊടുക്കാം. അതിന് താഴെയുള്ള ഫയലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 50 എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം KB മാറ്റിയിട്ട് നിങ്ങൾക്ക് MB വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി KBയിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ KB കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്ര സൈസിന് താഴെയുള്ള ഫയലാണോ വേണ്ടത് ആ സൈസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഫയൽ ഫോർമാറ്റ് JPG ആണോ JPEG ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാൻ JPG ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഭാഗം വരുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്, മുമ്പത്തെ പേജിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് ഒരു പച്ച ടിക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ചേഞ്ച് ചെയ്യാനായിട്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോയിലോട്ട് വരുന്നതാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ സൈസിൽ, അതേ റെസൊല്യൂഷനിൽ, അതേ പിക്സലിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനുള്ള രൂപത്തിലോട്ട് മാറിയിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് JPG ഫയലായിട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയലിൻ്റെ നെയിം കാണാം. അടിഭാഗത്തായിട്ട് എത്രയാണ് സൈസ് എന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന പിക്സൽ സൈസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സൈസിന് താഴെയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ നമ്മുടെ മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിലൂടെ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതേപോലെ വീഡിയോകൾ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.